സദാശിവസമുദ്ഭൂതാം വ്യാസശങ്കര മധ്യമം വന്ദേ ഗുരുപരമ്പരാം. ഗുരുക്കന്മാർക്ക് നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് സദസ്സിനോടും വേദിയിലുള്ള എല്ലാവരോടും എൻ്റെ ഒരു അഭ്യർത്ഥന, ഒരു മിനിറ്റ് പാർവതി നെമ്മിനിമംഗലത്തിനെ അനുസ്മരിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇപ്പം നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. അത് ഔപചാരികതയുടെ പേരിലാണെന്ന് ഞാൻ പറയും. ഈ പ്രഭാഷണം കഴിയുമ്പോൾ പാർവതി നെമ്മിനിമംഗലം എന്താണെന്ന് നിങ്ങളുടെ ഉള്ളിൽ തറച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ തന്നെ നമസ്കരിക്കും, ഞാൻ പറയാതെ തന്നെ. അത്തരത്തിലുള്ളൊരു വ്യക്തിത്വമായിരുന്നു. നമുക്കൊന്നും ആലോചിക്കാൻ പറ്റാത്ത അത്ര. എങ്ങനെയാണ് അവരെക്കുറിച്ച് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാനത് 3 ഘട്ടങ്ങളായിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, 1905 പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കുറിയടുത്ത് താത്രിക്കുട്ടിയെ അല്ലെങ്കിൽ താത്രി എന്ന് പറഞ്ഞാൽ ആ അന്തർജനത്തിനെ സ്മാർത്ഥ വിചാരം ചെയ്ത് പടിയടച്ച് പിണ്ണം ചെയ്ത വർഷമാണ്. അവിടെ നിന്ന് തൊട്ട് 1932 പാർവതി നെമ്മിനിമംഗലം യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗത്തിൻ്റെ അധ്യക്ഷയായി വരുന്നത് വരെയുള്ള ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം പറയുമ്പോൾ അത് കഴിഞ്ഞ് അത് 50 വരെ നീളുന്നുണ്ട്. ആ കാലഘട്ടത്തിലെ ഇല്ലങ്ങളെക്കുറിച്ചിട്ട്, ഇല്ലങ്ങളിലെ ജീവിതത്തെക്കുറിച്ചിട്ടാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. പ്രത്യേകിച്ചും പുതിയ തലമുറയ്ക്ക് അതിനെക്കുറിച്ച് എത്രത്തോളം ബോധ്യമുണ്ടെന്ന് എനിക്കറിയില്ല, ജെൻസി ജനറേഷനൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടി കൂടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും. അത് കഴിഞ്ഞ് പാർവതി നെമ്മിനിമംഗലത്തിൻ്റെ ജന്മഗൃഹമായ നല്ലൂരില്ലവും അവരുടെ ബാല്യകാലത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. 14-ാം വയസ്സിൽ വിവാഹം കഴിഞ്ഞ് നെന്മനിമംഗലത്ത് വന്നതിന് ശേഷമുള്ള അവരുടെ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ 3ആയി തിരിച്ചിട്ട് അതിൽ കൂടി നമ്മുടെ സമുദായവും യോഗക്ഷേമ സഭയും എവിടേക്ക് എത്തിയെന്നും കൂടി നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. അപ്പോഴേ അവരുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. ആ കാലഘട്ടത്തിലെ ഇല്ലങ്ങൾ, അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂത്ത ആൾക്ക് മൂസ നമ്പൂരിക്ക് മാത്രമേ വേളി വയ്ക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള അപ്പന്മാരൊക്കെ അമ്പലവാസികളിലോ കോവിലകങ്ങളിലോ സംബന്ധമായിട്ട് പോകണം. ഇല്ലത്തെ സ്വത്തിലോ ഇതിലോ ഒന്നും അവകാശമില്ല. അപ്പോൾ അപ്പന്മാർ ഇല്ലത്തെ ഊണ് കഴിക്കുക, രാത്രിയായ സംബന്ധത്തിന് പോവുക. ഇതാണ് ഒരു ഘട്ടം. ഈ മൂസാമ്പൂരിമാർക്ക് എത്ര വേണമെങ്കിൽ വേളി കഴിക്കാം, അതിവേദനം. പെൺകുട്ടികളെ സംബന്ധിച്ച് ഇത്ര വൃത്തികെട്ട ഒരു സിസ്റ്റം നമുക്കൊന്നും ആലോചിക്കാൻ പറ്റില്ല. എന്താണെന്നറിയോ? പ്രസവിച്ചു കഴിഞ്ഞാൽ ആൺകുട്ടിയാണെങ്കിൽ ഉണ്ണി ഉണ്ടായി എന്ന് പറയും. പെൺകുട്ടിയാ ജനിച്ചതെന്നുണ്ടെങ്കിൽ അശ്രീകരം ₹5000 പോയി. എന്താ ₹5000 പോയ? ഇതിനെ വെളിയിച്ചു കൊടുക്കണ്ടേ? ബാധ്യത. സ്വന്തം അമ്മ പോലും ഭക്ഷണക്കാര്യത്തിൽ പോലും ഈ വ്യത്യാസം കാണിച്ചിരുന്നു. പാർവതി നെമ്മിനിമംഗലം ഒരു സ്ഥലത്ത് പറയുന്നുണ്ടത്. ഉണ്ണിക്ക് ഉറതൈരും നറുതയും കൂട്ടിയിട്ട് ഉരുള, പെണ്ണിന് ഉപ്പ് കൂട്ടിയിട്ട് ചോറ്. വ്യത്യാസം അങ്ങനെയായിരുന്നു. ഇനി ഈ പെൺകുട്ടി ഋതുമതിയാവണ്ട, അന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഉടുത്തു തുടങ്ങിയ, ഋതുമതി ആവുന്നതിന് മുമ്പ് തന്നെ ഉടുത്തു തുടങ്ങിയാൽ പിന്നെ ഇവൾക്ക് അരുതായ്മകളുടെ ഒരു ജയിലിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടിടുക. എന്താണ് ഈ അരുതായ്മകൾ? സ്വന്തം സഹോദരനെ പോലും നേരിട്ട് നോക്കുക, സംസാരിക്കുക ചെയ്യാൻ പാടില്ല. അച്ഛനോട് പോലും അച്ഛൻ്റെ മൂഡ് നോക്കിയിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ അശ്രീകരം പോകത്തതെന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയലാം. എന്താ അവർക്കുള്ളത്? ആ കൂടി അടുക്കള, കുളി, ജപം, വേറെ ഒന്നുമില്ല. അങ്ങനെ ഏകദേശം ഒരു 9-10 വയസ്സാവുമ്പോഴേക്കും പെൺകൊടയായി. തെറ്റി പറഞ്ഞതല്ല കേട്ടോ. 8-9 വയസ്സാവുമ്പോഴേക്കും, എനിക്കറിയാം ഒരു മുത്തശ്ശി, ഇപ്പം മരിച്ചു പോയവര്, 9 വയസ്സിൽ വിവാഹം കഴിഞ്ഞിട്ട്, അപ്പോൾ ഉടുക്കാനുള്ള കെൽപ്പ് പോലും ഇല്ല. ആ സമയത്താണ് ഈ 4 കൂട്ടിയ വസ്ത്രമൊക്കെ ഉടുപ്പിച്ച് പോവാണ്. അപ്പോൾ വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 60-65 വയസ്സുള്ള ഒരു നമ്പൂരിയാണ്. അങ്ങനെയാണ് അന്നത്തെ കാലത്ത്. ഈ നമ്പൂരിയുടെ ഇല്ലത്തേക്ക് ഇവരുടെ ഗൃഹത്തിൽ നിന്ന് ഏകദേശം 10-20 കിലോമീറ്റർ ഉണ്ട്. ഒരു പുഴയും കിടക്കണം, ചാലക്കുടി പുഴയാണ് കേട്ടോ. അന്നമലട അരവിമംഗലം ഇല്ലത്തു നിന്ന് പടപ്പയിലേക്ക് ഉണ്ടായ ഒരു വേളിയാണ് ഞാനീ പറയുന്നത്. ഈ കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ നടക്കാൻ പറ്റാണ്ടായി. 9 വയസ്സേ ഉള്ളൂ. ഇതൊക്കെ താങ്ങിക്കൊണ്ട്
അവരെ നോക്കിയിരുന്ന സ്ത്രീ, കുട്ടിക്കാലത്ത് അവരെ എടുത്തിരുന്ന സ്ത്രീ ഇവരെ എടുത്തുകൊണ്ട് പോയതായ ചരിത്രം വേറെ ആരും പറഞ്ഞല്ല, ഈ മുത്തശ്ശി പറഞ്ഞു തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഈ മൂടി ഭർത്താവിൻ്റെ ഇല്ലത്തേക്ക് ചെന്നു. മിക്കവാറും ആ ഭർത്താവ് 70 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. 4 or 5 വേളി കഴിഞ്ഞ്, അല്ലെങ്കിൽ 5ാമത്തെ 6ാമത്തെ വേളിയായിട്ടായിരിക്കും ഈ പെൺകുട്ടി അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്. പിന്നൊന്നും പറയണ്ട, നരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പിന്നെ മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോകേണ്ടവർ നരകത്തിലേക്കാണ് അവർ പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു നരകത്തിൽ പോവില്ല കേട്ടോ, അത് വേറെ കാര്യം. നരകത്തിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് നരകം സ്വർഗമായിട്ട് മാറും. കാരണം അത്രയ്ക്കധികം നരകയാതനയാണ് പിന്നെയുള്ള കാലങ്ങളിൽ അവരനുഭവിക്കുന്നത്. അവരുടെ വേഷം എന്താ? ഒറ്റമുണ്ട്, മേളിൽ കൂടെ ഒരു മുണ്ട് പുതച്ചിട്ടുണ്ടാവും, മുഖം മാത്രം പുറത്തേക്ക്, അത് പുറത്ത് കാണാതിരിക്കാനായിട്ട് അരക്കാലുള്ള ഒരു ഓലക്കുട, മറക്കുട എന്ന് പറയും. ഇതാണ് ആ വികൃത വേഷം. ഇതിനാണ് ഘോഷ എന്ന് പറയുന്നത്. ഘോഷയും മറക്കുടയും. അത് എപ്പോഴാണ് പുറത്തേക്ക് പോവുക? വല്ല അമ്പലത്തിൽ പോകാനോ സ്വന്തം ഇല്ലത്തേക്ക് പോകാനോ മുന്നിൽ ഒരു പെണ്ണുമൊക്കെ ആയിട്ട് പോകാൻ പറ്റിയാലേ ഉള്ളൂ. ഇല്ലെങ്കിൽ പറഞ്ഞ മിനിങ്ങൾ തന്നെ പറയുന്നുണ്ട്, 2 സ്ഥലത്തേ ഇവർക്ക് പോക്കുള്ളൂ. ഒന്ന് മൂടിയിട്ട് അകത്തേക്ക് വേളി കഴിഞ്ഞിട്ട്, പിന്നെ മൂടിയിട്ട് പുറത്തേക്ക് സംസ്കാരം കഴിഞ്ഞ് ദഹിപ്പിക്കാനായിട്ട്. അത്തരത്തിലുള്ള ഒരവസ്ഥ. ഇനി അവിടെ ചെന്നാലോ, ഇതിനു മുമ്പ് വേളി കഴിച്ചു കൊണ്ടിരുന്ന 4 or 5 സപത്നിമാരുണ്ട് അവിടെ. അവരുടെ മാത്സര്യവും ദുഷ്ടവാക്കുകളും പോരുകളും ഒരു വശത്ത്. ഇതൊക്കെ കഴിഞ്ഞ് ഒരു 6 മാസം 1 വർഷമാകുമ്പോഴേക്കും ഈ വൃദ്ധനായ ഭർത്താവ് അവിടെ മരിക്കുകയും ചെയ്യും. പലപ്പോഴും അദ്ദേഹത്തിന് അത്രയും വയസ്സായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ കുറ്റം ഈ പെൺകുട്ടിയുടെ പേരിലായിരിക്കും. നീ ഇങ്ങോട്ട് കയറി വന്ന് കാല് വെച്ച ഉടനെ അതിൻ്റെ സുഖദക്ഷയാണ് ഇയാൾ മരിച്ചെന്ന് വരെ പറഞ്ഞു പറ്റത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ മരിച്ച് ഈ 10 വയസ്സിലോ 11 വയസ്സിലോ വിധവയാകുന്ന ഒരു പെൺകുട്ടി ജീവിതകാലം മുഴുവൻ പിന്നെ അവിടെ വിധവ എന്ന് പറഞ്ഞാലോ അവലക്ഷണമാണ്, ദുശ്ശകനാണ്. മംഗളകർമ്മങ്ങൾക്കൊന്നും ആ ഭാഗത്തേക്ക് വരാൻ പാടില്ല. ആകെ കൂടി വടക്കിനിയിൽ നാമം ജപിക്കുക, കുളിക്കുക, പിന്നെ അടുക്കളയിൽ പുകയും കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവരുണ്ടാക്കിയാലും നമ്മൾ കഴിക്കും. ഇത്തരത്തിലുള്ള, അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതാണ് അന്തർജനമായിരുന്ന അന്നത്തെ കാലത്ത്. അന്തർജനം, എല്ലാം കൊണ്ടും അന്തർജനം, ഉള്ളിലേക്ക് വലിക്കപ്പെട്ട നരകയാതന അനുഭവിക്കുന്ന ഘോഷ, മറക്കുട. ഈ മറക്കുടയൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ, കുറേ മുത്തശ്ശിമാർ നടക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ വേറൊന്നുണ്ട്. രൂപം പരമാവധി വികൃതമാക്കുക എന്നുള്ളതാ ലക്ഷ്യം എന്ന് തോന്നുന്നു. ഈ ആചാരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കാത് കുത്തി കമ്മലിടും. കമ്മലിൻ്റെ കനം കൂട്ടി 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 വന്ന് അവസാനം മരത്തോടെയും പിച്ചളത്തോടെയും ഇട്ട് ഈ കാത് ഇങ്ങനെ അങ്ങോട്ട് തൂങ്ങും. ശ്രീകുമാർ സാറ് പറഞ്ഞ മാതിരി ഞാനും ചില മുത്തശ്ശിമാരുടെ കാതൊക്കെ ഇങ്ങനെ ആട്ടി നോക്കിയിട്ടുണ്ട്. കുട്ടിക്കാലത്ത് നല്ല രസമാണത്. അപ്പം തൂങ്ങിയ കാതും ഘോഷയും മറക്കുടയുമായിട്ട് അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇനി വെളിയച്ചാളുടെ അനിയന്മാരുണ്ടെങ്കിൽ ആ കൊച്ചമ്പൂരാരോട് ഇളയമ്പൂരാരോട് സംസാരിക്കാനോ അവരെ കാണാനോ പാടില്ല. അപ്പം പാടില്ലായികളുടെ ഒരു ലോകത്ത് ലോകം ഒന്നും അറിയാത്ത വിധത്തിൽ അടുക്കളയിലും തേവാരപ്പുരയിലുമായിട്ട് ഒടുങ്ങുന്ന ജന്മങ്ങൾ. 2-3 കഥകൾ പാർവതി നമിനുകൾ തന്നെ പറയുന്നുണ്ട്. ഒന്ന്, പ്രൊഫസർ ദ്രൗപദി ചേലൂർ, നമ്മുടെ രാംദാസ് ചേലൂരിൻ്റെ അമ്മ അവരുടെ ആത്മകഥയിൽ പറയുന്നുണ്ട്. 11 വയസ്സായപ്പോൾ വിധവയായ ഒരു വല്യമ്മ എനിക്കുണ്ടായിരുന്നു. എന്നെയൊക്കെ നോക്കി വളർത്തിയത് അവരാണ്. 11 വയസ്സിൽ വിധവയായ വല്യമ്മ. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ജീവിതം എന്താണെന്ന് കാണുന്നതിന് മുമ്പ് 5-ലോ 6-ലോ പഠിക്കേണ്ട പ്രായത്തിൽ വിധവയായി ജീവിതകാലം മുഴുവൻ ദുശ്ശകനമായി മാറുന്ന ഒരവസ്ഥ. 45 വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹം കഴിയാത്ത ഒരു യുവതി കൊട്ടേഷനിലാണ് കേട്ടോ പാർവതി നമിനെല്ലാം പറയുന്നുണ്ട്. ഇതൊന്നും കൂടാണ്ട് വേളി കഴിഞ്ഞ് ഇല്ലത്ത് ചെന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 4-5 വിവാഹങ്ങൾ കഴിഞ്ഞിട്ട് ഇല്ലത്ത് ചെന്ന് സപത്നിമാരുടെ മത്സരത്തിനിടയ്ക്ക് എങ്ങനെയൊക്കെയോ 2 കുട്ടികളുണ്ടായി. കഷ്ടകാലത്തിന് 2 പെൺകുട്ടികളായിരുന്നു. അച്ഛൻ പെൺകുട്ടികളെ തിരിഞ്ഞു നോക്കാറില്ല കേട്ടോ. അങ്ങനെയുള്ളൊരവസരത്തിൽ മൂത്ത കുട്ടിക്ക് അസുഖം വന്നു, അത് മരിച്ചുപോയി. ഇതെൻ്റെ വാക്കല്ല, പാർവതി നമിനങ്ങളുടെ വാക്കാണ്. മരിച്ചു പോയപ്പോൾ
ഒന്ന് നോക്കാൻ പോലും ആരും ഉണ്ടായില്ല. അപ്പോൾ പറഞ്ഞമേളം വിലപിക്കുന്നത് എന്താന്ന് വെച്ചാൽ ആ കുട്ടിക്ക് അസുഖം വന്നിട്ട് ഒരു വൈദ്യനെ കാണിക്കാൻ പോലും ഇല്ലത്താരും ഉണ്ടായില്ല. ഇതൊരു ചിത്രം. വേറൊരു ചിത്രം, വേളി കഴിയുന്നതിന് മുമ്പ് ഉടുത്തു തുടങ്ങിയ പ്രായത്തിൽ തർക്കുത്തരം പറഞ്ഞ ഒരു പെൺകുട്ടിയെ അപ്പന്മാർക്ക് ചില സ്ഥലത്ത് സാമർഥ്യം കൂടും, അവണപ്പലക വെച്ച് ഒരൊറ്റ അടി കൊടുത്തു, മറിഞ്ഞു വീണു മരിച്ചു. പശ്ചാത്താപം അല്ല അപ്പനുണ്ടായത്, പിന്നെയോ വേളി അയച്ചു കൊടുക്കാനുള്ള ₹5000 ലാഭം. ഇതൊക്കെ സ്വപ്നമോ ഭാവനയോ കഥയോ അല്ല. നമ്മുടെ സമുദായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 1900 ആദ്യ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന സംഭവങ്ങളാണ്. ഭാഗ്യത്തിന് പ്രത്യേകിച്ചും അങ്ങനെയാണല്ലോ, ഈ നമ്മുടെ പുരാണങ്ങളൊക്കെ പറയുന്ന മാതിരി ദുഷ്ടന്മാരുടെയും ദുഷ്പ്രവൃത്തികളുടെയും കൂത്തരങ്ങായി മാറുമ്പോഴാണ് പലപ്പോഴും അവതാരങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ കുറേ അവതാരങ്ങൾ അന്നുണ്ടായി. ഏറ്റവും ബഹുമാന്യനായ VT ഭട്ടതിരിപ്പാട്, EMS നമ്പൂതിരിപ്പാട്, MRB, MB, കുറൂര് തുടങ്ങിയ കുറേ അന്നത്തെ യുവജനങ്ങൾ. അതിലും പ്രസക്തമായിട്ടുള്ളത് അന്ന് വന്ന കുറേ യുവതികളായിട്ടുള്ള അന്തർജനങ്ങൾ, താൻപോരിമയുള്ള അന്തർജനങ്ങൾ. അതിൽ പെടുന്നതാണ്, അതിൽ ഒരുപക്ഷെ പ്രഥമസ്ഥാനീയയാണ് പാർവതി നെമ്മനിമംഗലം. ആര്യാപ്പള്ളവും ദേവകി നരിക്കാട്ടിരിയും ദേവകി നിലയങ്കോടും IC പ്രിയദത്തയും തുടങ്ങി ഒരുപാട് പേരുണ്ട്. ആ ലിസ്റ്റ് മുഴുവൻ ഞാനിവിടെ പറയുന്നില്ല. ലളിതാംബിക അന്തർജനമൊക്കെ ആ സമയത്ത് തെക്കൻ കേരളത്തിലും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്ന പാർട്ടിയാണ്. ഇതാണ് അന്നത്തെ സാമൂഹിക അവസ്ഥ. ഈ അവസ്ഥയാണ് ചുരുങ്ങിയ കാലം കൊണ്ട് ഈ പറഞ്ഞ പാർവതി നെമ്മനിമംഗലവും ആര്യാപ്പള്ളവും ഉൾപ്പെടുന്ന അന്തർജന യുവതികളുടെ പ്രവർത്തന ഫലമായിട്ട് കുറച്ചെങ്കിലും ഒന്ന് മാറ്റിമറിക്കാൻ പറ്റിയത്. ഞാൻ പറഞ്ഞു 1905 സ്മാർത്ത വിചാരം നടത്തി കുറിയെടുത്ത് താത്രിക്കുട്ടിയെ പടിയടച്ചു, ഭ്രഷ്ടാക്കി. യോഗക്ഷേമ സഭ തുടങ്ങുന്നത് 1908 ഒരു കാരണം ഇത് തന്നെയാണ്. ഈ സ്മാർത്ത വിചാരം എന്ന ദുരാചാരത്തെക്കുറിച്ച് യുവജനങ്ങളിലുണ്ടായ ചിന്ത. യുവജനങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവണം, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ടാവണം എന്നുള്ള ചിന്ത. പിന്നെ ഈ പറഞ്ഞ മാതിരി അപ്പന്മാർക്കും മറ്റും കുടുംബസ്വത്തിൽ അവകാശം വേണമെന്നുള്ള, അല്ലെങ്കിൽ അവരുടെ വിഷമതകൾ മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ വേണം എന്നുള്ള ചിന്ത. അപ്പോഴും അന്തർജനങ്ങളുടെ കാര്യമായാലും വന്നിട്ടില്ല കേട്ടോ. ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് യോഗക്ഷേമ സഭ 1908 തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഒരു 3 കൊല്ലം കൂടി കഴിഞ്ഞിട്ടാണ് പാർവതി നെമ്മനിമംഗലത്തിൻ്റെ ജനനം. 1911 ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് നടവരമ്പിൽ നല്ലൂര് എന്നില്ലത്താണ് ജനിക്കുന്നത്. അത് അവിട്ടത്തൂർ ഗ്രാമമാണെന്ന് പറയുന്നുണ്ട്. പാർവതി നെമ്മനിമംഗലത്തിൻ്റെ പ്രസംഗത്തിൽ ഞാൻ കണ്ടത് എൻ്റെ ഗ്രാമമായ ഇരിങ്ങാലക്കുട എന്നാണ്. ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് അവിട്ടത്തൂർ ഗ്രാമം എന്ന് തെറ്റി വരാൻ വേറെ ഒരു കാരണം ഉണ്ടാവാം. ഈ നല്ലൂര് അവർ വന്ന് താമസിച്ചതാണ്. കൊയിലാണ്ടിയിൽ നിന്ന് ഒരു ഏട്ടനും അനിയനും പോന്നു. ഒരാൾ ചാലക്കുടി വന്ന് താമസാക്കിയ ഏട്ടൻ, മറ്റേ ആൾ നടവരമ്പും താമസമാക്കി. ഏട്ടൻ്റെ ഇല്ല പേര് കിടങ്ങഴിയെന്ന് കൊടുത്തു, അനുജൻ്റെ ഇല്ല പേര് നല്ലൂരെന്ന് കൊടുത്തു. ഇപ്പോഴും അതെ, കിടങ്ങഴിയും നല്ലൂരും പത്തുമ്പലക്കാരാണ്. അപ്പം അങ്ങനെ നല്ലൂര് ജനിച്ച പാർവതി 1911 അറിയാം. കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ല. അപ്പം 1911 അറിയാം. ഞാൻ കുറേ അന്വേഷിച്ച് നോക്കി. VT ഭട്ടതിരിപ്പാടിൻ്റെ മകൻ്റെ കയ്യിലാണ് കുറേ ഡോക്യുമെന്റ്സ് ഉള്ള, അനിയേട്ടൻ്റെ കയ്യിൽ. അനിയേട്ടനോടും ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിനും 11 എന്നുള്ളതല്ലാണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ല എന്ന് പറഞ്ഞു. അവസാനം നമ്മുടെ ജെൻസി ജനറേഷൻ ചെയ്യുന്ന മാതിരി ജെമിനിയോടൊന്ന് ചോദിച്ചു നോക്കി. ജെമിനിയോട് ചോദിച്ചപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി രണ്ടും കൂടിയാണ് ചോദിച്ചത്, ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ഡെത്തും. ഡേറ്റ് ഓഫ് ഡെത്ത് നമ്മുടെ കയ്യിലുണ്ട്. അവർ പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് 1911 മാർച്ച് 15 എന്ന് പറയുന്നുണ്ട്. അതായത് മീനം 1 നാള് പൂരം എന്നൊക്കെയാണ് പറയുന്നത്.
എനിക്ക് ഉറപ്പില്ല. അപ്പം ഞാൻ ജമിനിയോട് വേറെ ഒന്നും കൂടി ചോദിച്ചു, ഇതിൻ്റെ സോഴ്സ് എന്താണ്, എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയെന്ന് വെച്ചപ്പോൾ പറഞ്ഞു, തീർച്ചയായിട്ടും യോഗക്ഷേമ സഭയുടെ പഴയ ചരിത്രത്താളുകൾ തപ്പിയാൽ നിങ്ങൾക്കിത് കിട്ടും, നമുക്കൊന്ന് തപ്പി നോക്കണം, അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത് ഒരിക്കലും അതോറിറ്റേറ്റീവായിട്ട് എടുക്കരുത്. 1911 ഉറപ്പാണ്, മാർച്ച് 15 അല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. അങ്ങനെ ജനിച്ചു. അപ്പം നല്ലൂരിലത്തെ കഥ എന്താണ്? നല്ലൂര് വിഷ്ണു നമ്പൂതിരി, അദ്ദേഹം പാറക്കരയിൽ നിന്ന് സരസ്വതി എന്ന് പറഞ്ഞിരുന്ന ഒരു അന്തർജനത്തിനെ വിവാഹം കഴിക്കുന്നു. ഇവർക്ക് 7 മക്കൾ. മൂത്ത ആൾ പരമേശ്വരൻ നമ്പൂതിരി. രണ്ടാമത്തെ പെൺകുട്ടിയായിരുന്നു കാവിൻ്റെലത്തേക്ക് കൊടുത്തു. മൂന്നാമത്തെ പെൺകുട്ടിയെ മങ്കോർക്ക് കൊടുത്തിട്ട്, മങ്കോര നമ്മുടെ പ്രദീപിൻ്റെയൊക്കെ മുത്തശ്ശിയായിട്ട് വരും, നങ്ങേമ എന്ന് വിളിക്കും, ആര്യാന്തർജൻ എന്നാണ് അവരുടെ പേര്. അവരെ അങ്ങോട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് മൂത്ത ജ്യേഷ്ഠൻ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മങ്കോരിൽ നിന്ന് നെല്ലൂർക്ക് വേലി വെച്ചു. പിന്നത്തെ സഹോദരി കലച്ചുള്ളിക്ക് കൊടുത്തു, അവർ ആദ്യത്തെ പ്രസവത്തോടു കൂടി മരിച്ചുപോയി. പിന്നത്തെ സഹോദരി കൊരമ്പൂർക്ക് കൊടുത്ത് ശ്രീദേവി എന്ന് പറഞ്ഞ അന്തർജനാണ്. അവരുടെ മകള് ആണ് പാർവതി നെമ്മനിമംഗലത്തിൻ്റെ രക്തബന്ധത്തിൽ അവസാനം ഉണ്ടായിരുന്ന പ്രൊഫസർ പാർവതി. തിരുവനന്തപുരത്ത് പെരിയമനയ്ക്ക് വിവാഹം കഴിച്ചു കൊടുത്തിരുന്നു. കഷ്ടി 1 മാസം ആവണേ ഉള്ളൂ അവർ മരിച്ചിട്ട്. അവരുടെ കുറേ ലേഖനങ്ങളുണ്ട്, അതിലൊക്കെ ഈ പാപ്പി ചിറ്റശ്ശിയെക്കുറിച്ച് പറയുന്നുണ്ട്. പാപ്പി എന്നാണല്ലോ പാർവതി അന്നറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ് അതീ താഴെ നാരായണൻ നമ്പൂരി. ആ നാരായണൻ നമ്പൂരി നെന്മിനിമംഗലത്ത് നിന്ന് വേളി കഴിക്കുകയും പാർവതി നെന്മിനിമംഗലത്തെ വേളി കഴിച്ച വാസുദേവൻ മൂത്താള്, അതിലേക്ക് ഞാൻ വരാം, അദ്ദേഹത്തിൻ്റെ അനുജത്തിയെ ഉമാദേവി അന്തർജനത്തിന് തിരിച്ച് നെല്ലൂർക്ക് വേളി കഴിക്കുകയുണ്ടായ. ഇതാണ് നെല്ലൂരെ ഒരു ചരിത്രം. അപ്പോൾ 7 മക്കളിൽ ഏറ്റവും താഴെയുള്ളതായിരുന്നു പാർവതി നെന്മിനിമംഗലം. നമ്മുടെ ചരിത്രരേഖകളൊന്നും അനുസരിച്ചിട്ട് അവർക്ക് ഫോർമൽ വിദ്യാഭ്യാസം, ഔപചാരിക വിദ്യാഭ്യാസം ഇല്ല. പക്ഷേ പ്രൊഫസർ പാർവതി, അവരുടെ ഏടത്തിയുടെ മകള്, പലപ്പോഴും ഓർക്കുന്നുണ്ട്, എപ്പോൾ ചിറ്റശ്ശിയെ കാണുമ്പോഴും ചിറ്റശ്ശിയുടെ കയ്യിൽ ആ കാലത്തെ പത്രങ്ങളും മാസികകളും പുസ്തകങ്ങളും കാണും. അപ്പോൾ അവർ വായിക്കാറുണ്ട്. ഇതിനുള്ള കഴിവ് അവർക്ക് കിട്ടിയത് എവിടെ നിന്നാണെന്ന് അന്വേഷിച്ച് പോകുമ്പോൾ ഉത്തരം കിട്ടുക അവരുടെ അമ്മ സരസ്വതി അന്തർജനത്തിൻ്റെയാണ്. അവർ വിദുഷിയായിരുന്നു, സംസ്കൃത പണ്ഡിതയായിരുന്നു, സംഗീതത്തിൽ ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടുള്ളവരായിരുന്നു. കൂടാതെ കണ്ട തിരുവാതിരക്കളി പാട്ടുകളും കളിക്കാനും അറിയായിരുന്നു. അപ്പോൾ പ്രൊഫസർ പാർവതി ഓർക്കുന്നുണ്ട്, ആ മുത്തശ്ശി, അതായത് പാർവതി നെന്മിനിമംഗലത്തിൻ്റെ അമ്മ, ഇവരെയൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ വാത്സല്യത്തോടു കൂടി കൊണ്ടു നടക്കുന്നതും അവർക്ക് പുരാണങ്ങളിലെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നതും ഉച്ചതിരിഞ്ഞാൽ അവർക്ക് നല്ല നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതും രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് സംഗീതം അഭ്യസിപ്പിക്കുന്നതും അമ്പലത്തിലേക്ക് പോകുന്നതും പ്രാർത്ഥനകൾ ചൊല്ലുന്നതും. ആ പ്രാർത്ഥന ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പാർവതി നെന്മിനിമംഗലത്തിൻ്റെ അമ്മയുടെ നമ്മൾ പ്രാർത്ഥിക്കുക എന്താ അറിയാലോ, കാര്യസാധ്യം, ഇന്ന കാര്യം നടത്തി തരണേ, അല്ലെങ്കിൽ മകൾക്ക് വേളി ശരിയാക്കണേ, അല്ലെങ്കിൽ മകൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി കിട്ടണേ, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാറ്. ഇവർ കുട്ടികളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചത് എന്താണെന്നറിയോ? എനിക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ, ഒന്ന്. രണ്ടാമത്, ഞാൻ കാരണം വേറൊരാൾക്ക് ബുദ്ധിമുട്ടുകൾ വരുത്തല്ലേ. ഇതായിരുന്നു പാർവതി നെന്മിനിമംഗലത്തിൻ്റെ അമ്മയുടെ പ്രാർത്ഥനകൾ. മാത്രമല്ല, നല്ലൂരില്ലത്ത് അന്ന് വന്ന് താമസിക്കുന്ന ആത്തേമാരുകൾക്കും മറ്റ് ജാതിയിലെ സ്ത്രീകൾക്കുമൊക്കെ പോകുന്ന സമയത്ത് അരിയും വസ്ത്രങ്ങളും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ ആ മുത്തശ്ശി ദാനം ചെയ്യാറുണ്ട്. അതും ഈ വാങ്ങുന്ന ആൾക്ക് ഒരു വിഷമം തോന്നരുത്, അയ്യോ ഇതൊരു ഭിക്ഷയായി പോയല്ലോ എന്ന് തോന്നാത്ത വിധത്തിൽ കൊടുക്കാനുള്ളൊരു കഴിവ് അവർക്കുണ്ടായിരുന്നു എന്ന് പ്രൊഫസർ പാർവതി നെന്മിനിമംഗലത്തിൻ്റെ ഏടത്തിയുടെ മകള്, കൊരമ്പൂര മകള്, അവർ അനുസ്മരിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ വേറൊരു കാര്യം കൂടി ഈ മുത്തശ്ശിയെക്കുറിച്ച് പറയണം. ആ മുത്തശ്ശി അന്ന് സ്ഥിരം പറയാറുള്ള ഒരു പല്ലവിയുണ്ട് അത്രേ, ഈ പ്രസവം നിർത്താനുള്ള മരുന്ന് ആരെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ അവർക്ക് ഞാനൊരു പൊന്മോതിരം കൊടുക്കാമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ ആ മുത്തശ്ശിയുടെ വിഷൻ എന്തായിരുന്നു എന്ന്. അന്തക്കാലത്തെ ആ കാലഘട്ടത്തിൽ 1920കളിൽ അല്ലെങ്കിൽ അതിനു മുമ്പ്
സന്താന നിയന്ത്രണത്തെക്കുറിച്ച് ആ മുത്തശ്ശി ആലോചിച്ചിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരു പക്ഷേ ആ മുത്തശ്ശിയുടെ ഇത്തരത്തിലുള്ള വ്യക്തിത്വവും ശിക്ഷണവുമായിരിക്കണം പാർവതി നെമ്മനിമംഗലത്തിൻ്റെ വ്യക്തി സ്വഭാവത്തിലേക്ക് പിന്നീട് സംക്രമിച്ചത് എന്ന് വിശ്വസിക്കാൻ കാര്യങ്ങളുണ്ട്. ഔപചാരിക വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അവർ വായിക്കുമെന്ന് പറഞ്ഞു. വായിക്കൽ മാത്രമല്ല, ആ വായിച്ച കാര്യങ്ങൾ സ്വയം മനനം ചെയ്ത് അതിൽ നിന്ന് തൻ്റേതായ നിഗമനങ്ങളിൽ എത്താനുള്ള കഴിവും അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് അവരുടെ പിൽക്കാല പ്രവർത്തനങ്ങൾ നോക്കിയാൽ അറിയാം. അങ്ങനെയുള്ള പാർവതി നെമ്മനിമംഗലം, അന്ന് പാർവതി നെമ്മനിമംഗലമായിട്ടുള്ള നല്ലൂരെ പാപ്പിക്കുട്ടി 1925 14-ാം വയസ്സിൽ നെന്മനിമംഗലത്തെ വാസുദേവൻ നമ്പൂതിരി വിവാഹം കഴിക്കുകയാണ്. 14-ാം വയസ്സിൽ. അങ്ങനെ നല്ലൂരെ പാപ്പി പാർവതി നെമ്മനിമംഗലമായും മാറുന്നു.